ഫിഫ ലോകകപ്പിന്റെ രണ്ടാം സെമിഫൈനലില് അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മഹാപോരാട്ടത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഫുട്ബോൾ ലോകത്തെ പിടിച്ചുലച്ചുകൊണ്ട് കടുത്ത പ്രതിഷേധം. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് മെസ്സി വിരോധം ആളിപ്പടരുന്ന തരത്തിലാണ് ഓൺലൈൻ നിവേദനം ആരംഭിച്ചിരിക്കുന്നത്. argentinautt.com argentinautt.comലേക്കുള്ള ലിങ്ക് എന്ന വെബ്സൈറ്റ് ക്യാമ്പയിനിലൂടെ ആരംഭിച്ച ഈ പ്രതിഷേധത്തിൽ ഇതിനോടകം 75 ലക്ഷത്തിലധികം ആളുകളാണ് ഒപ്പുവച്ചിരിക്കുന്നത്. ടീമിന്റെ മികച്ച പ്രകടനം കൊണ്ടല്ല, മറിച്ച് റഫറിമാരുടെ വഴിവിട്ട പിന്തുണ കൊണ്ടാണ് അർജന്റീന വിജയം നേടുന്നതെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന വാദം. ലയണല് മെസ്സിയെയും അർജന്റീനയെയും ടൂർണമെന്റില് നിലനിർത്താന് ഫിഫയും റഫറിമാരും പരസ്യമായി പക്ഷപാതപരമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് ഇവർ ആരോപിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമമായ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ഈ നീക്കത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഫിഫയും റഫറിമാരും ലയണല് മെസ്സിയോടും അർജന്റീനയോടും പക്ഷപാതപരമായി പെരുമാറുന്നു എന്നത് വ്യക്തമാണ്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വിജയിയെ ഇതിനകം തന്നെ തീരുമാനിച്ചിരിക്കുമ്പോൾ മറ്റു ടീമുകൾ എന്തിനു മത്സരിക്കണം? അർജന്റീനയെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കി മറ്റെല്ലാവർക്കും ന്യായമായ അവസരം നൽകുക. ക്യാമ്പയിന് പ്രസ്താവനയിൽ പ്രതിഷേധക്കാർ പറയുന്നു. ബുധനാഴ്ച പുലർച്ചെയോടെയാണ് ഓൺലൈൻ നിവേദനത്തിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 75 ലക്ഷം കവിഞ്ഞത്. വിജയികളെ ഫിഫ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റു ടീമുകൾ കഷ്ടപ്പെട്ട് മത്സരിക്കുന്നതെന്നാണ് ആരാധകർക്കിടയിൽ നിന്നും ഉയരുന്ന പ്രധാന ചോദ്യം. ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാകാൻ അറ്റ്ലാന്റ പുറത്ത് വിവാദങ്ങൾ കത്തുമ്പോഴും ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിലുള്ള അതിനിർണായകമായ സെമി ഫൈനല് പോരാട്ടം അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാനിരിക്കുകയാണ്. ഫുട്ബോൾ ലോകം ഏറെക്കാലമായി കാത്തിരിക്കുന്ന ഈ പോരാട്ടത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. 1986 ആവർത്തനം, ഡിയേഗോ മറഡോണയുടെ കുപ്രസിദ്ധമായ ദൈവത്തിന്റെ കൈഗോളും അതിനു തൊട്ടുപിന്നാലെ പിറന്ന നൂറ്റാണ്ടിന്റെ ഗോളും ഫുട്ബോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ 1986 ആവേശകരമായ മത്സരത്തിന്റെ 40ാം വാർഷികത്തിലാണ് ഇരു ടീമുകളും വീണ്ടും മുഖാമുഖം വരുന്നത്. 2 പതിറ്റാണ്ടിനു ശേഷം, ഏതാണ്ട് 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അർജന്റീനയും ഇംഗ്ലണ്ടും ഒരു ലോകകപ്പ് വേദിയിൽ ഏറ്റുമുട്ടുന്നത്. മെസ്സിയുടെ ആദ്യ ഇംഗ്ലണ്ട് പോരാട്ടം. സാക്ഷാല് ലയണല് മെസ്സി തന്റെ അന്താരാഷ്ട്ര കരിയറിൽ ആദ്യമായി ഇംഗ്ലണ്ട് ദേശീയ ടീമിനെതിരെ ബൂട്ട് കെട്ടുന്നു എന്ന പ്രത്യേകതയും ഈ മത്സരത്തിനുണ്ട്. മൈതാനത്തിന് പുറത്ത് വിവാദങ്ങൾ പുകയുമ്പോഴും കടുത്ത പോരാട്ടത്തിലൂടെ തങ്ങളുടെ കരുത്ത് തെളിയിക്കാനുറച്ചാകും മെസ്സിയും സംഘവും ഇംഗ്ലണ്ടിനെതിരെ കളത്തിലിറങ്ങുക. ഫുട്ബോൾ ലോകം ഒന്നടങ്കം ഇപ്പോൾ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ്.